നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് മേൽ സർക്കാരിൻ്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചതോടുകൂടി ഈ വിഷയത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് അത് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എങ്കിലും നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ചുമതലയേറ്റെടുത്ത ആളായതുകൊണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനായിട്ട് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണത്തിൽ മനഃപൂർവ്വമായ അമാന്തം കാണിച്ചാൽ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും വിരമിക്കൽ ആനുകൂല്യങ്ങളെ പോലും അത് ബാധിക്കുമെന്നും ഉള്ളതിനാൽ തന്നെ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ നിർബന്ധിതരാണ്. കേസിലെ പ്രധാന പ്രതിയായ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. തന്നോടൊപ്പം 2 ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് പത്മകുമാർ മൊഴി നൽകി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനും ചേർന്നാണ് പണമിടപാടുകൾക്ക് നേതൃത്വം നൽകിയതെന്ന് കരുതപ്പെടുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയിൽ പണം കൈമാറിയതായിട്ടും ഇതിൽ ഉന്നതരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഒരുപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടത് അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്താനായിട്ട് അത്യന്താപേക്ഷിതമാണ്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയ മൊഴി ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ ഒരു അന്താരാഷ്ട്ര മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. കേവലം ഒരു പ്രാദേശിക മോഷണമെന്ന നിലയിൽ നിന്ന് ഈ കേസിനെ ഒരു ആഗോള സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ തലങ്ങളിലേക്ക് പോലും മാറ്റപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭ്യമല്ലാതിരുന്ന പല വിവരങ്ങളും ചെന്നിത്തലയുടെ ഈ മൊഴിയിലൂടെ പുറത്തു വന്നതോടെ കൂടുതൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളിലേക്ക് പോലും അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഇടപാടുകൾ നടത്താൻ ശേഷിയുള്ള മാഫിയകളുടെ പങ്ക് അന്വേഷിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള കാര്യമാണ്. വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന ചെന്നൈ സ്വദേശിയായ വ്യവസായിയുടെ പേര് ഉയർന്നു വന്നത് കേസിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണ്. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും അതിനായി വലിയ തുക കൈമാറിയെന്നും ഉള്ള മൊഴികൾ അതീവ ഗൗരവമുള്ളതാണ്. 2019-20 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹക്കടത്ത് നടന്നതെന്നാണ് സൂചന. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾ ശബരിമലയിലെ പുരാതനമായ വിഗ്രഹങ്ങൾ കൈക്കലാക്കാൻ ശ്രമിച്ചത് ദേവസ്വം ബോർഡിലെ ചിലരുടെ ഒത്താശയോടെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. SIT ഇപ്പോൾ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ ഈ സ്വർണ്ണ വിഗ്രഹക്കടത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ശബരിമലയിലെ സ്വത്തുക്കളുടെ കാര്യത്തിൽ കൃത്യമായ കണക്കില്ലാത്തത് ഇത്തരം കൊള്ളകൾക്ക് വളമിടുന്നു. കഴിഞ്ഞ 27 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി കോടികളുടെ സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും അവിടെ എത്തിയതായിട്ട് കാണാം. വിജയ് മല്യ നൽകിയ 40 കിലോയിലധികം വരുന്ന സ്വർണം എവിടെയാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. കൊടിമരത്തിലും വാതിൽപ്പടികളിലും സ്വർണം പൂശിയതിൻ്റെ മറവിൽ വലിയ അളവിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി നിലവിലുള്ള സ്വർണത്തിൻ്റെ കണക്കെടുക്കുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളുടെയും വിഗ്രഹങ്ങളുടെയും ഒക്കെ തന്നെ കൃത്യമായ ലിസ്റ്റ് ലഭ്യമല്ല എന്നത് അന്വേഷണത്തെ ഇപ്പോൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. കേരളത്തിലെ 1250ഓളം ക്ഷേത്രങ്ങൾ ശബരിമലയിലെ വരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ രൂപയും വിശ്വാസികളുടെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ വിശ്വാസത്തെയും ഭക്തിയെയും ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും ഇത്തരം കൊള്ളകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന് തന്നെ ഏൽപ്പിക്കുന്ന വലിയ ആഘാതമാണ്. ക്ഷേത്രത്തിലെ സ്വത്തുകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അവ മോഷ്ടിക്കാനായിട്ട് നേതൃത്വം നൽകുന്നത് തടയാൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പത്മകുമാറിനെ പോലെയുള്ളവർ പിടിയിലായത് ഇത്തരം അഴിമതികളുടെ ഒരു തുടക്കം മാത്രമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. CPM ഉൾപ്പെടെയുള്ള ഭരണകക്ഷികളിലെ ചില വ്യക്തികൾക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന ആരോപണം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കും. എന്നാൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ലെന്നും കുറ്റം ചെയ്തവർ വ്യക്തിപരമായ ലാഭത്തിനാണ് ഇത് ചെയ്തതെന്നും വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഇത്തരം വലിയ ആളുകളെ സംരക്ഷിക്കാതെ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം നിലച്ചു പോകരുത് എന്നതാണ് പൊതുസമൂഹത്തിൻ്റെ പ്രധാന ആവശ്യം. ഇത്തരം നിലപാടുകൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അവസാനമായി ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനവും വന്നിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലാത്തവർ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ
CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് കേസിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൂടുതൽ സാങ്കേതിക തികവോടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെയും അന്വേഷണം പൂർത്തിയാക്കാൻ CBIക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി മാറിയേക്കാം.